ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഒരു മാസം മുന്നേ മേടിച്ചൊരു അഡീനിയം പ്ലാന്റ് ആണല്ലോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു സീഡോട് കൂടി തന്നെയാണ് ഞാൻ ആ ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചതും. അപ്പോൾ 2 ദിവസം മുന്നേ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സീഡ് പോഡ് പൊട്ടിയൊക്കെ തുടങ്ങി കേട്ടോ. കാണുമ്പോൾ നമുക്ക് പാകമായിട്ടില്ലാന്ന് തോന്നി, കാരണം അടിവശമൊക്കെ നമുക്ക് പച്ച കളർ നമുക്ക് വരുന്നത്. പക്ഷേ പേടിച്ചിട്ട് ഞാൻ ആ ഒരു നൂലൊക്കെ ഞാൻ ചുറ്റി കൊടുത്തു, കാരണം നമുക്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാത്തിരുന്ന് കിട്ടിയതല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ആയുധം എടുക്കുന്നു, നേരെ നമ്മുടെ ആ ഒരു സീഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സീഡ് വരുന്നത് കേട്ടോ. അപ്പോൾ വലിയ വലിപ്പമൊന്നുമില്ല, നമുക്ക് ആ ഒരു നൂല കഴിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സീഡ് നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സീഡ് പോഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വിത്തുകൾ വരുന്നത് കേട്ടോ. കുറച്ച് അപ്പൂപ്പന്താടി, അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ഒരു വിത്തുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാം കെയർഫുള്ളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വിത്തുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു വിത്തുകളെല്ലാം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലാന്റിൽ നമ്മൾ ആ ചെറിയൊരു സീഡ് പോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വിത്തുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം നമ്മളൊന്ന് വേർതിരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ടോട്ടൽ ഒരു 20 വിത്തുകൾ നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സീഡും നമ്മൾ സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 20 വിത്തുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാണുമ്പോൾ നമുക്ക് വലിയ ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗ്ലാസ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു സീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു സീഡ് ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. ദെൻ നമ്മൾ ആ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്റ്റേജിലായിരിക്കട്ടെ നമ്മുടെ ആ ഒരു വിത്തുകൾ നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു വിത്തുകൾ നമ്മുടെ ആ ഒരു വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളല്ല എന്നാണ് നമ്മൾ സാധാരണ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കളയുന്നില്ല, നേരെ നമ്മളെല്ലാം നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് സാധാരണ നോർമൽ ആ ഒരു ഗാർഡൻ സോയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മണലൊന്നുമില്ല, അപ്പോൾ ഏറ്റവും നല്ലത് മണലൊക്കെയാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ചകിരിച്ചോറ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് സാധാരണ നോർമൽ ഗാർഡൻ സോയിലാട്ടോ ഞാൻ ആ ഒരു വിത്തുകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള ആ ഒരു വെള്ളം സഹിതം നമ്മൾ ആ വിത്തുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വിത്തുകൾ നമ്മൾ ഒരുമിച്ചിടരുത്, ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളം അങ്ങനെ ഒഴിച്ചത് കൊണ്ടാണ് ആ ഒരു വിത്തുകൾ അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഞാൻ ചെറിയൊരു കമ്പൗണ്ട് ഞാൻ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അഡീനിയം സീഡ് പോഡ് അല്ലെങ്കിൽ സീഡ് അല്ലെങ്കിൽ വിത്തുകൾ ഞാൻ മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്തായാലും നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ദെൻ കുറച്ച് വെള്ളവും കൂടി നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരാഴ്ച നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് ഞാൻ അപ്പം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 വിത്തുകൾ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് മുള വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ഒരാഴ്ച കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ 20 വിത്തുകൾ നമ്മൾ ഇട്ടേച്ച്. അപ്പോൾ 20 നമുക്ക് മുളക്കാൻ ചാൻസ് കുറവാണ്. നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഇട്ടേക്കണേൽ ഏറ്റവും അടിയിൽ വീണേക്കണ വിത്തുകളായിരിക്കും നല്ല ഹെൽത്തി പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 5 പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേറൊരു 2 മുളയും കൂടെ നമുക്ക് ആ സൈഡിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ.